ഇന്ന് നവോദയ സൈനിക് സ്കൂൾ സെലക്ഷൻ ടെസ്റ്റിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ഫ്രാക്ഷൻ നമ്പേഴ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ എന്ന് പറയും മലയാളത്തിൽ. ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ ഭിന്നസംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഇവിടെ ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 14 കോളങ്ങളുണ്ട്. 7, 10, 11, 12, 13, 14. ഇത് 14 കോളമായിട്ട് എത്തിച്ചിട്ട് അതിൻ്റെ ഷെയ്ഡഡ് പോർഷൻ എത്രയാണ്, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കി തരാം. ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു ആകെ 14ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് 4 ഭാഗമാണ് ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ ഇത് വായിക്കേണ്ടത് 4/14 അല്ലെങ്കിൽ മലയാളത്തിലാണ് 14ൽ 4. ഇനി അൺഷെയ്ഡഡ് പോർഷൻ എത്രയായിരിക്കും? ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ, അൺഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു അൺഷെയ്ഡഡ് പോർഷൻ 14ൽ 10 അൺഷെയ്ഡഡ് ആണ്. 14ൽ 10 അല്ലെങ്കിൽ 10/14. അതാണ് ഇങ്ങനെയാണ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ഇനി ഫ്രാക്ഷൻ 3 ടൈപ്സാണ്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നം. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നം. പിന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമഭിന്നം എന്ന് പറയും മലയാളത്തിൽ. വിഷമഭിന്നം. പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മിശ്രഭിന്നം എന്ന് പറയും. മിക്സഡ് ഫ്രാക്ഷൻ. ഇനി ഇതെന്താണെന്ന് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ ഞാനൊന്ന് പെട്ടെന്നൊന്ന് പറയാം. കഴിഞ്ഞൊരു ക്ലാസ് ഞാനിത് എടുത്തിട്ടുണ്ട്. മിശ്രഭിന്നം. ഇനി ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. പിന്നെ ഒരു ഹോൾ നമ്പർ, അതായത് ഒരു നാച്ചുറൽ നമ്പറും ഒരു ഫ്രാക്ഷൻ നമ്പറോടെ ചേരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന കൺവേർഷൻ ഓഫ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ. ഇത് ഒത്തിരി പിള്ളേർക്ക് ഡൗട്ട് വരുന്നതാണ്. കൺവേർഷൻ ഓഫ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ. കൺവേർഷൻ ഓഫ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റാം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ അതിന് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ എക്സാമ്പിൾ സഹായം ചെയ്ത് കാണിക്കാം. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനാക്കുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ എപ്പോഴും വലുതായിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ വലുതായതുകൊണ്ട് അതിനെ ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്താൽ അത് കൺവേർട്ട് 17/3. അപ്പോൾ എന്ത് ചെയ്യണം? 17നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 17ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കുക. 3 5s are 15, റിമൈൻഡർ 2. 3 5s are 15, റിമൈൻഡർ 2 വരും. ഇനി ഇത് എഴുതുന്ന ശ്രദ്ധിക്കണം. ഈ കോഷ്യൻ്റ് ഉണ്ടല്ലോ, കോഷ്യൻ്റ്, ഇതിനെ പൂർണ്ണസംഖ്യയുടെ സ്ഥാനത്ത് എഴുതുക. കോഷ്യൻ്റ് വലുതായിട്ട് അങ്ങ് എഴുതുക. എന്നിട്ട് നടുക്ക് ഇങ്ങനെ ഒരു വര ഇടുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിക്കാനാണ്. എന്നിട്ട് റിമൈൻഡർ ന്യൂമറേറ്ററായിട്ടും പിന്നെ ഇത്, അതായത് സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ തന്നെ വരും. അതിനെ നമ്മൾ ഈ മിക്സഡ് ആക്കി എടുക്കുമ്പോൾ. ഇനി വേറൊരു എക്സാമ്പിളോട് നമുക്കിവിടെ ചെയ്ത് കാണിക്കാം. അനദർ എക്സാമ്പിൾ 13/4. 13/4 ഈസ് ഈക്വൽ ടു 13നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 3s are 12 വരും. 4 3s are 12. എന്നിട്ട് 13, അതായത് 3ന്ന് 2 പോയാൽ മൈനസ് ചെയ്യേണ്ട, പ്ലസ് ചെയ്ത് വെച്ചേക്കരുത്. ചിലർ പ്ലസ് ചെയ്ത് കാണാം, അത് പ്ലസ് ചെയ്തേക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വരും? 3. ഇവിടെ 3യെ 3യുടെ സ്ഥാനത്ത് എഴുതാനായിട്ട് ഇങ്ങനെ ഒരു വര ഇടുക. എന്നിട്ട് 1/4. അതായത് ഈ 4 തന്നെ ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഈ റിമൈൻഡർ ഇവിടെ ന്യൂമറേറ്ററായിട്ടും വരും. 1/4. ഇനി ഒരു എക്സാമ്പിളോടെ വേണേൽ ചെയ്ത് കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളിന്ന് ഹോംവർക്ക് ചെയ്താൽ മതി. ഇത് കണ്ട് പഠിച്ചാൽ മതി. 11/5, then 23/7, then 61/6. ഇത്രയും ചെയ്യുക. ഇനി അടുത്ത നേരെ തിരിച്ച് കൺവേർഷൻ ഓഫ്
മിക്സഡ് ഫ്രാക്ഷൻ ഇൻറ്റു ഇംപ്രോപ്പർ. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മിക്സഡ് ഫ്രാക്ഷൻ ഇൻറ്റു ഇംപ്രോപ്പർ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷൻ നമ്പറോടെ വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 2ഉം 4ഉം കൂടി ഇൻറ്റു ചെയ്യുക. അതായത് അതിൻ്റെ ഹോൾ നമ്പറും ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്തിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. എൻ്റെ സെയിം ഡിനോമിനേറ്റർ വരും. 4 × 2 8, 8 + 1 9. അപ്പം 9/4 എന്ന് വരും. ഇനി അടുത്ത വേറെ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇനി രണ്ടാമത്തേത് 3 and 1/5. ഇപ്പം എങ്ങനെ വരും, 3 × 5 + 1. 3 × 5 15 + 1 16. 16/5. ഇത് 2 ഹോംവർക്ക് ഇട്ടേക്കാം. ഇതും ചെയ്ത് പഠിക്കുക. 6 1/2, then 4 3/7, 2 3/5. ഇനി ഞാൻ റെസിപ്രോക്കൽ എന്താണ് നമ്മളൊരു പുതിയ കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞേക്കാം. റെസിപ്രോക്കൽ ഓഫ് എ ഫ്രാക്ഷൻ നമ്പർ. ഒരു ഫ്രാക്ഷൻ നമ്പറിൻ്റെ റെസിപ്രോക്കൽ കാണാൻ, ഒരു ഫ്രാക്ഷൻ നമ്പറിൻ്റെ റെസിപ്രോക്കൽ കാണാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടി പരസ്പരം തിരിച്ചിട്ടാൽ മതി. ഇൻ്റർചേഞ്ച് ചെയ്ത ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. എക്സാമ്പിൾ എഴുതി കാണിക്കുക. ഇൻ്റർചേഞ്ച് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം മാറ്റിയാൽ മതി ഇത് എൻ്റെ റെസിപ്രോക്കൽ കാണാൻ. ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. റെസിപ്രോക്കൽ ഓഫ് ഡിവൈഡ് ചെയ്യാനാണ് ഒരു ഫ്രാക്ഷൻ നമ്പറിനെ മറ്റൊരു ഫ്രാക്ഷൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് റെസിപ്രോക്കൽ കണ്ടുപിടിക്കേണ്ടത്. റെസിപ്രോക്കൽ ഓഫ് 3/5. 3/5ൻ്റെ റെസിപ്രോക്കൽ കാണാൻ 3യുടെ സ്ഥാനത്ത് 5ഉം 5ൻ്റെ സ്ഥാനത്ത് 3 മറിച്ചിട്ടാൽ മതി അങ്ങോട്ട്, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി മറ്റൊന്നുകൂടി. റെസിപ്രോക്കൽ ഓഫ് 8/17 = 17/8. ഇനി ഇതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്യുക. ഫൈൻഡ് ദ റെസിപ്രോക്കൽ. ഫൈൻഡ് ദ റെസിപ്രോക്കൽ 6/8, 7/12, 5/9. അപ്പോൾ ഇതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. താങ്ക് യു.